നിങ്ങൾ ഈ സോഫ വാങ്ങിയപ്പോൾ എത്രത്തോളം ഫ്രഷ് ആയിരുന്നോ അല്ലെങ്കിൽ എത്രത്തോളം ഡസ്റ്റ് ഫ്രീ ആയിരുന്നോ അതേപോലെ നമുക്ക് ആ സോഫാസ് ബെഡ് ആയാലും ഒക്കെ നമുക്ക് തരാൻ പറ്റും. ഇതിലിപ്പോൾ കൂടുതൽ ഡസ്റ്റിനേക്കാളും കൂടുതൽ വരുന്നത് പോപ്കോണും കപ്പലണ്ടിയൊക്കെയാണ്. ഹോം ക്ലൻസിനെ വിളിച്ച് ഇത് റെഡി ആക്കാനായിട്ട് അവരോട് പറയണം. യെസ്, നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ചങ്ക് ബ്രോസിനെ കണ്ടാലേ അറിയാം നമ്മളൊരു തിയേറ്ററിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ തിരുവനന്തപുരത്ത് ആറ്റിങ്ങിൽ ഗംഗ സിനൗസ് എന്ന് പറയുന്ന തിയേറ്ററിൽ പ്രീമിയം ബാൽക്കണി സെക്ഷൻ നമ്മൾ ഷാംപൂ വാഷിംഗ് ചെയ്യാനായിട്ട് സോഫ സ്റ്റീമിങ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ നമ്മുടെ ടീം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എന്തായാലും ക്ലീനിങ് വിശേഷങ്ങളിലേക്ക് വരും. നമ്മൾ ഒന്ന് ആലോചിച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ സോഫ യൂസ് ചെയ്യുന്നതാണ്, ബെഡ് യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസിലാണെങ്കിലും ഗസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സോഫാസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ എത്രത്തോളം ഒരു ഡസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ജെംസ് ഉണ്ട്, എത്രത്തോളം നമുക്കതിപ്പോൾ വാട്ടർ മാർക്സ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ശരിക്കും നോർമലി ശ്രദ്ധിക്കാറൊന്നുമില്ല. നമ്മൾ വരുന്നു ഇരിക്കുന്നു എന്ന് മാത്രമേ എത്ര സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ശരിക്കും അതൊന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒന്നൊന്ന് ഒരു ഷാംപൂ വാഷ് ചെയ്യണമെങ്കിൽ സ്റ്റീം ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള കമ്പനികൾക്ക് ശരിക്കും ഈ പറയുന്ന ഇൻഡസ്ട്രിയിൽ എക്സ്പെർട്സ് ആയിട്ടുള്ള കമ്പനിക്കാർക്ക് ഒരു 1 hour അല്ലെങ്കിൽ 2 hourന്റെ വർക്കേ വരുന്നുള്ളൂ. നിങ്ങൾ ഈ സോഫ വാങ്ങിയപ്പോൾ എത്രത്തോളം ഫ്രഷ് ആയിരുന്നോ അല്ലെങ്കിൽ എത്രത്തോളം ഡസ്റ്റ് ഫ്രീ ആയിരുന്നോ അതേപോലെ നമുക്ക് ആ സോഫാസ് ബെഡ് ആയാലും ഒക്കെ നമുക്ക് തരാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വർക്ക് നമുക്കൊന്ന് കാണാം. ഇതിലും ഈ പറയുന്ന പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. നമുക്ക് ആദ്യം നമ്മൾ വാക്യൂം ചെയ്യും. കൊമേഴ്സ്യൽ വാക്യൂം ക്ലീനർ വെച്ച് 3 മോട്ടർ വരുന്ന വാക്യൂം ക്ലീനറാണ് അത്. ആദ്യം നമ്മൾ വാക്യൂം ചെയ്ത് ഫുള്ള് നമ്മൾ ഉള്ളിലെ ഡസ്റ്റ് എല്ലാം എടുക്കും. ഇതിലിപ്പോൾ കൂടുതൽ ഡസ്റ്റിനേക്കാളും കൂടുതൽ വരുന്നത് പോപ്കോണും കപ്പലണ്ടിയൊക്കെയാണ്. എങ്കിലും നമുക്ക് എല്ലാം നമ്മൾ പ്രധാനമായിട്ട് അതാണ് എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വാക്യൂമിംഗ് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടീം എല്ലാവരും വർക്കിങ്ങിലാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു, സ്മൂത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ലൈറ്റിന്റെ ചെറിയൊരു കുറവുണ്ട്, പക്ഷെ അത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, തിയേറ്ററാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ലൈറ്റ് കുറവായിരിക്കുമല്ലോ. പിന്നെ നമ്മുടെ ഈ ലെയർ എല്ലാം സോഫ എല്ലാം കഴിഞ്ഞു. അതിൻ്റെ വാക്യൂമിങ് കഴിഞ്ഞു, അതുപോലെ അതിൻ്റെ ഷാംപൂയിങ് കഴിഞ്ഞു, സ്ക്രബിങ് കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് സ്റ്റീം ചെയ്യാനുണ്ട്. സ്റ്റീം നമ്മൾ ഒരുമിച്ച് ചെയ്യുള്ളൂ. ഒരുമിച്ച് എല്ലാ ചെയറുകളും ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് സ്റ്റീമിന് ചെയ്താലാണ് അതിൻ്റെ എന്തെങ്കിലും ജംസൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് കളയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ഇവിടെ വാക്യൂമിങ് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വാക്യൂമിങ് എല്ലാം ഈ ലെയർ ഇനിയിപ്പോൾ കംപ്ലീറ്റ് ആവാറായി. പിന്നെ നമുക്ക് അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന നെക്സ്റ്റ് പ്രോസസ്സാണ് ഈ സ്ക്രബിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ വാട്ടർ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ അതെല്ലാം പോകുന്നത് നമ്മുടെ ഈ സ്ക്രബിങ്ങോട് കൂടിയാണ്. സ്ക്രബിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നതാണ് അത് IPC എന്ന് പറയുന്ന കമ്പനിയുടെ മെഷീനാണ്. നമുക്കൊരു ഇറ്റാലിയൻ മെയ്ഡ് മെഷീനാണത്. ഇത് ശരിക്കും നമുക്ക് ഇഞ്ചക്ഷനും എക്സ്ട്രാക്ഷനും വരുന്നതാണ്. ഇതിലാണ് നമ്മൾ ഷാംപൂയിങ് ചെയ്യുന്നത്. അത് ശരിക്കും അപ്പോൾസ്ട്രി ക്ലീനർ മെഷീനാണത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ വെള്ളമൊക്കെ ഏകദേശം നമുക്കിതിൽ വരുന്നൊരു വെറ്റ് ഒക്കെ ഒരു 90% ഇതിൽ തന്നെ സക്ക് ചെയ്ത് എടുക്കും വെള്ളം. അപ്പോൾ നമുക്കൊരു 1 hour 2 hour ഒക്കെ കഴിഞ്ഞാൽ തന്നെ നമുക്കിത് യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇന്നാണെങ്കിലും 9 മണിക്ക് ഷോ ഉണ്ട്. പ്രേമലും കളിക്കേണ്ടതാണ്.
ഓൾമോസ്റ്റ് നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാനേജർ മിഥുൻ സാർ ഇപ്പോൾ വന്ന് വർക്കെല്ലാം കണ്ട് പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും മിഥുൻ സാറിനെ ഒന്ന് പോയി കാണാം. എന്താണ് മിഥുൻ സാർ പറയണതെന്ന് നമുക്കൊന്ന് അറിയാലോ. മിഥുൻ സാറേ, അപ്പൊ നമ്മള് രാവിലെ തൊട്ട് ഇവിടെ ഉണ്ട്. ഇനിയിപ്പോ നമുക്ക് ലാസ്റ്റ് ചോദിക്കാനുള്ളത് എങ്ങനെയുണ്ട് നമ്മുടെ സർവീസ് എന്നുള്ളതാണ്. സർവീസ് ആക്ച്വലി ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ, 3 months മുന്നേ ഞാനൊരു നോർത്ത് ഇന്ത്യനെ വിളിച്ച് ഇത് ചെയ്യിച്ച് അവനെ ഏറ്റവും അവസാനം നമ്മൾ തെളിവ് ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പം ആക്ച്വലി നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ അത് ഇന്നിപ്പോ നമ്മൾ വൺ ഡേ എനിക്ക് ടൈം ലിമിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അത്രയും വർക്ക് ലോഡ് തരാനും പറ്റത്തില്ല. നമുക്ക് പകുതി ചെയ്യാന്നുള്ളൊരു ആദ്യം ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നമ്മളിപ്പോ വർക്ക് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ബാക്കിയുള്ള വർക്കും അതുപോലെ മുന്നോട്ട് പോകും. തീർച്ചയായും. താങ്ക് യു. ഇവിടെ ശരിക്കും ഇങ്ങനൊരു ഷാമ്പൂവിൻ്റെ സ്റ്റീമിങ്ങിൻ്റെ വർക്ക് നെസസറി അല്ലായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഓണർ ശരിക്കും നമ്മുടെ ഒരു കസ്റ്റമർ കെയർ എന്നുള്ള രീതിയിലാണ് ശരിക്കും ഈ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു തിയേറ്ററിൽ കയറുമ്പോൾ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ ഒരു ഇരിക്കാനായിട്ട് ഡിസ്കംഫർട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അവിടുത്തെ ഇൻചാർജിനെ വിളിച്ച് ഈ താഴെ കാണുന്ന നമ്മുടെ നമ്പർ അവർക്ക് ഏൽപ്പിച്ച് ഹോം ക്ലെൻസിനെ വിളിച്ച് ഇത് റെഡിയാക്കാനായിട്ട് അവരോട് പറയണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഒത്തിരി സന്തോഷം. താങ്ക് യു.